പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 20-17 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ ജെറുസലേമിലേക്ക് കയറുമ്പോൾ 12 ശിഷ്യന്മാരെ മാത്രം കൂടെ കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അവരോട് അരുളി ചെയ്തു, ഇതാ നാം ജെറുസലേമിലേക്ക് കയറുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കും. അവർ അവനെ പരിഹസിക്കാനും പ്രഹരിക്കുവാനും ക്രൂശിക്കാനുമായി വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ സബദീ പുത്രന്മാരുടെ അമ്മ തന്റെ പുത്രന്മാരുടെ കൂടെ വന്ന് മുട്ടുകുത്തി അവരോട് എന്തോ യാചിച്ചു. അപ്പോൾ അവൻ അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എന്റെ 2 പുത്രന്മാർ ഒരുവൻ നിന്റെ വലതുവശത്തും അവരുടെ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. ഈശോ മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എന്റെ വലതുവശത്തും ഇടതുവശം ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അതാ ആർക്ക് വേണ്ടി എന്റെ പിതാവ് നീ ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും 2 സഹോദരന്മാരുടെ ആമർഷം തോന്നി. എന്നാൽ ഈശോ അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മൂലദൈവമായ സ്വജീവൻ കൊടുക്കാനും വന്നിരിക്കുന്ന പോലെ തന്നെ.